കാദിശു ഹാദാലോഹ ശരീരോ ആമീൻ. നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്തയും പേട്രിയാർക്കൽ വികാരമായ ആർച്ച് ബിഷപ്പ് എൽദോമാർ തീത്തോസ് തിരുമേനി, ഈ അനുഗ്രഹീത ദേവാലയത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പോളച്ചൻ, ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയും മോറാൻ ടിവിയുടെ ചുമതലക്കാരനുമായ ബഹുമാനപ്പെട്ട ജെറി ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട ഷമ്മാശൻ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അഭിനയ പിതാവ് സൂചിപ്പിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെ സുറിയാനി സഭയുടെ കലണ്ടറിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പുതിയ, അക്കോർഡിംഗ് ടു ദ ചർച്ച് ലെക്ഷണറി ഓർ ചർച്ച് calendar, today is the fourth Sunday of the calendar year. നാലാമത്തെ ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ there are 4 more Sundays, then we going to have the feast of Eldo. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി വരികയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇന്ന് ദൈവമാതാവിനോടുള്ളതായ വചനിപ്പിൻ്റെതായ ഞായറാഴ്ചയാകുന്നു. ദി അനൗൺസിയേഷൻ ടു സെയിന്റ് മേരി. ദർ ഈസ് വൺ മോർ ടൈം വി സെലിബ്രേറ്റ് ഓർ കമമറേറ്റ് ദ ഫീസ്റ്റ് ഓഫ് സെയിന്റ് മേരി, വിച്ച് ഈസ് ഓൺ March 25th. നിങ്ങൾക്ക് ഊഹിക്കാം, December 25th is Christmas is set by the church, therefore 9 months before that, which is March 25th. So this is a complete gestation, ഒരു പ്രഗ്നൻസിയുടെ കാലഘട്ടമായിട്ട് കാണാം. March 25, അതിനുശേഷം ക്രിസ്മസ് December 25. ഇവിടെ ഇന്ന് നാലാമത്തെ ഞായറാഴ്ച നാം വചനിപ്പ് ഞായർ ആഴ്ചയായിട്ട് ആചരിക്കുന്നു. നാം ചരിത്രം പരിശോധിക്കുമ്പോൾ കാലത്തികവിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, when the fullness of the time had come, God sent forth his son, born of a woman, born under the law. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. അതെന്തിനു വേണ്ടി? നാം പുത്രത്വം പ്രാപിക്കുന്നതിനു വേണ്ടി. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മാലഖായി, the prophet, the last 2 sentences, chapter 5 verses 5 and 6, അവിടെ ഏലിയ പ്രവാചകൻ ഒരിക്കൽ കൂടെ വരുന്നതായിട്ട് പറഞ്ഞുകൊണ്ടാണ് അത് നിർത്തുന്നത്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഞാനതൊന്നും വായിക്കുന്നില്ല, സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട്. അവിടെ അതിനുശേഷമാണ് പിന്നീടുള്ള ഭാഗങ്ങൾ വരുന്നത്. അതായത് മുഹവ്വരയ്ക്ക് ശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തുടങ്ങുന്നത് ഹെറോദോവിന്റെ കാലത്ത് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ജസ്റ്റ് സിംപ്ലി എ റിലീജിയൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ് ഈസ് ആൻ ഇവന്റ്, manifestation of divine acting, and through human history, Mary's child Jesus is also a historical reality. ഈ 19-ാം നൂറ്റാണ്ടിലെ ചില ലിബറൽ സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് വലിയ കോൺട്രോവേഴ്സികളൊന്നും വന്നിട്ടില്ല. അതായത് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും ഏകദേശം 1/3 ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്, 52 ചാപ്റ്റേഴ്സ്. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെ ചില ലിബറൽ സ്കോളേഴ്സ് തിങ്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച്. പക്ഷെ പിന്നീട് വന്നവരും പിന്നെ പഠിച്ചവരുമായ പലരും പണ്ഡിതന്മാർ അത് തെറ്റാണ്, വളരെ ആഴത്തിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ
പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാം, വളരെ കൃത്യമായ ഒരു വിവരണമാണ് ലൂക്കോസ് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, 400 വർഷത്തോളം പ്രവചനങ്ങളായിട്ടോ വെളിപാടായിട്ടോ പ്രോഫസിയോ റെവലേഷനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ there was no silence of God. ദൈവം നിശബ്ദനായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കാലത്തികവിൽ, ആ കാലത്തിന് God was preparing for the fulfillment of the time for the salvation of mankind, that he is going to send his Redeemer, the Messiah, Lord Jesus Christ. അപ്പോൾ ആ കാലത്തികവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, Alexander the Great, he died in BC 323. അതിനുശേഷം വരുന്നുണ്ട് ടോളമി. ഞാൻ നിങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, സമയം കൂടുതൽ എടുക്കുന്നില്ല. അതിനുശേഷം വരുന്നുണ്ട് ജൂലിയസ് സീസർ, he was assassinated. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൽ, അതായത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ശേഷം ആ കിങ്ഡം 4ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. The kingdom was divided into 4, and one that fell under the rule of Ptolemy. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഇസ്രായേൽ. So the Israel were under the rule of Ptolemy from Alexandria, and they were praying for the deliverance. അതിനുശേഷം ഈ ജൂലിയസ് സീസറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, he was the one who changed Republic of Rome to the Empire of Rome. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അതിനുശേഷം അപ്രോക്സിമേറ്റ്ലി BC 40 ഹെറോദ്, അതുകൊണ്ടാണ് ഇവിടെ ചരിത്രമായിട്ട് പറയുന്നത് ഹെറോദോവിന്റെ കാലത്ത്. ഇതൊരു ചരിത്ര സംഭവമാണ് എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ കന്യാമറിയാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അതിന് 3 കാരണങ്ങൾ നിങ്ങളുമായിട്ടും വളരെ വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, no matter what, God could use you. പരിശുദ്ധ ദൈവമാതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ നാം ചിന്തിച്ചു നോക്കുക. She was a young girl from an obscure village. She was from a farming place. ഒട്ടും പരിചിതമല്ല, അല്ലെങ്കിൽ പ്രമുഖമായ ഒരു സ്ഥലമല്ലായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഈ കന്യാമറിയാമിനെ തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ദൈവം തമ്പുരാൻ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ ലോകത്തിന്റെ രീതിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ലോകത്തിന്റെ perception of the world is different than the perception of the Lord God for us. നമ്മോടുള്ളതായ വീക്ഷണം ദൈവത്തിൻ്റെത് വ്യത്യസ്തമാണ്. ആ ദൈവത്തിൻ്റെ അതീതമായ, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മകുട ഉദാഹരണങ്ങൾ നമുക്ക് പലതും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധ കന്യാമറിയാമിനെ തെരഞ്ഞെടുത്തത് അവളുടെ കഴിവുകൾ, എബിലിറ്റി ഒന്നും വെച്ചിട്ടല്ല. നമുക്കറിയാം, നമ്മളൊരു ജോലിക്കൊക്കെയും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റസ് എല്ലാം തന്നെയും അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജോബ് ഹിസ്റ്ററീസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്, അങ്ങനെയെല്ലാം ഉണ്ട്. അതിനുശേഷം സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, what makes you think that you are uniquely qualified for this job? അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയാമോ? If you going to be a liability for that institution who is going to hire you, അതൊരു വേറെ രീതിയിൽ ചോദിക്കുകയാണ്. എന്നാൽ ദൈവം ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, കന്യാമറിയാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവളുടെ സ്പെഷ്യൽ എബിലിറ്റി ഒന്നും ഓർത്തിട്ടല്ല. എന്താണ്? അവളുടെ അവൈലബിലിറ്റിയാണ്. പ്രാർത്ഥനാ നിരതിയായിരുന്നു, ദേവാലയത്തിൽ വളർന്നു, ദൈവത്തിന് പരിപൂർണമായി അവൾ സമർപ്പിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ആ കാലത്തിന്റെ തികവിൽ ദൈവം തമ്പുരാൻ അവളുടെ അനുവാദത്തോടുകൂടി ആ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഫോർ ദ സാൽവേഷൻ ഓഫ് മാൻകൈൻഡ്, God sent his only begotten son to save the world. അപ്പോൾ
നമ്മൾക്ക് ഈ ഇന്നത്തെ ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നോ മാറ്റർ വാട്ട് ഗാഡ് കുഡ് യൂസ് യു. നമ്മൾ പണ്ഡിതരാകാം, പാമരനാകാം, ധനവാനാകാം, ദരിദ്രനാകാം, ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കബഡി കളിയിലേക്കൊക്കെ നമുക്കറിയാം, 2 ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവര് പിന്നീട് തിരഞ്ഞെടുക്കുന്നവരെ ആദ്യം തന്നെ അവരുടെ സ്ട്രെങ്തും എജിലിറ്റിയൊക്കെ നോക്കിയാണ്. കാരണം ഇതൊരു ലയബിലിറ്റി ആകരുത്. അവരുടെ ടീമിനെ വിൻ ചെയ്യിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടെ നിൽക്കുന്നവരിൽ ഏറ്റവും അവരുടെ സ്ട്രെങ്ത്, ബലമുള്ളവര് എജിലിറ്റി, അതായത് സ്പീഡിൽ മൂവ് ചെയ്യാനും കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ ടീമിനെ വിജയിപ്പിക്കാൻ പറ്റുന്നവരെയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ എന്തുമാത്രം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നു, അവൈലബിൾ ആക്കുന്നു എന്നതനുസരിച്ചാണ്. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 26-28 വാക്യങ്ങളൊക്കെയും പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, ലോകാഭിപ്രായം നോക്കിയില്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. God did not choose according to the worldly perception. 2-ാമത്തെ കാര്യം, no matter what, the God is with you, fear not. നമ്മുടെ കർത്താവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് there are 3 fear not statements we can see in the Holy Scriptures. 2 of them are in St. Luke chapter 1, we read it today. The other one is in St. Matthew chapter 1 and the other one is in St. Luke. ഒന്ന് നാം ഇവിടെ ഇന്ന് കേട്ടു, ഭയപ്പെടേണ്ട. 2-ാമത്തത്, ജോസഫിന്റെ അടുക്കൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കന്യമറിയാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഭയപ്പെടേണ്ട. 3-ാമത്, ആട്ടിടയന്മാരുടെ അടുക്കൽ ക്രിസ്തുവിന്റെ ജനനേകൃത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയപ്പെടേണ്ട. ഇവിടെ ഇന്ന് ലോകം വളരെ ഭയത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ പാൻഡമിക് ഓൾമോസ്റ്റ് ഒന്ന് കുറഞ്ഞു, അതിനുശേഷം വീണ്ടും ഇതിപ്പോ പൂർവാധികം ശക്തിയായിട്ട് വരികയാണ്. അപ്പോൾ ഭയചൈതരായിരിക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, ഫിയർ നോട്ട്. ഇവിടെ കന്യാമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ, ദി ആർക്കേഞ്ചൽ ഗബ്രിയേൽ വാസ് സേയിങ് ദിസ് ടു മദർ മേരി, the peasant girl, the teenage girl, fear not. അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതിൽ 5-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ഫിയർ was among all the people, fear fell among everyone was there. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, fear fell among all of them and also the entire church. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വരും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനന്യാസിനെയും സഫീറയെ കുറിച്ചാണ്. അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ അനന്യാസ് അവിടെ വീണു മരിച്ചു, ഫിയർ, ഭയം എല്ലാവരിലും ഉണ്ടായി. അതിനുശേഷം സഫീറ വീണു മരിച്ചു, അവിടെ എല്ലാവരിലും ഭയമുണ്ടായി. എൻറ്റയർ ചർച്ച്, സകല ചർച്ചിലും മേലും അല്ല എല്ലാവരിലും, ചർച്ചിന്റെ എല്ലാ വ്യക്തികളിലും ഭയമുണ്ടായി എന്നാണ് പറയുന്നത്. Look, the fear is the beginning of wisdom, Proverbs chapter 9. അതുപോലെ തന്നെ ജോബിന്റെ 28 പറയുന്നുണ്ട്, fear is, behold, the fear is the wisdom. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, depart from evil, that is understanding. ദോഷം വിട്ടകലുക, അത് വിവേകം. ദൈവത്തോടുള്ള ഭയം ജ്ഞാനം. അപ്പൊ നമുക്ക് ഈ നാളുകളിൽ ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്, ദൈവഭക്തി നമുക്കുണ്ടാകണം, ദൈവത്തോടുള്ള ആദരവുണ്ടാകണം, വിവേകം, ദോഷം വിട്ട് അകലുന്നവരായിരിക്കണം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. 3-ാമത്തെ പോയിന്റ്, whatever God promises, he can do it. നമ്മളെല്ലാവരും പലരും പല പ്രോമിസുകളും കൊടുക്കുന്നവരാണ്. നമുക്കും പല പ്രോമിസുകൾ കിട്ടിയിട്ടുണ്ട്.
എത്രണ്ണം നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, എത്രണ്ണം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് നമുക്ക് പ്രോമിസ് തന്നിട്ട് എത്ര പേര് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇന്റർനെറ്റിലൊക്കെയും പലപ്പോഴും കാണാറുണ്ട് അല്ലേ, യു വോൺ ദ സ്വീപ്സ്റ്റേക്സ് millions of dollars, അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ നമുക്ക് കോടിപതിയാണ്, നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കണം, ഒരു സർട്ടൻ എമൗണ്ട് അയച്ചു കൊടുക്കണം എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഇല്ലേ. ഇതതുപോലെയല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം he will fulfill no matter what. അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 8,000-ഓളം എങ്കിലും വാഗ്ദാനങ്ങളുണ്ട്. അത് നിറവേറ്റപ്പെട്ടതായിട്ട് ഓൾമോസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന അല്ലെങ്കിൽ വായിച്ചു കേട്ടതായ the promise, the prophecy is being fulfilled, that a son of man, അല്ലെങ്കിൽ the son of God came down for the salvation of mankind. അതിൻ്റെ ആരംഭമാണ് ഇവിടെ. നമ്മൾ ഈ കാനോന നമസ്കാരത്തിൽ വെള്ളിയാഴ്ചത്തെ സുത്താറയിൽ ഒരു അതിമനോഹരമായ യാക്കോബിൻ്റെ ബോവുസായുണ്ട്. കോറിനാലോക് മുറിയോ മോറാൻ എന്ന് തുടങ്ങുന്നതാണ്. അതിൻ്റെ അകത്ത് ആദം തൻ്റെ മക്കളെ വിളിച്ചിട്ട് ഏദൻ തോട്ടത്തിൽ എന്ത് സംഭവിച്ചുവെന്നും താൻ നഗ്നനാക്കപ്പെട്ടത് എങ്ങനെയെന്നും താൻ എങ്ങനെ പുറത്താക്കപ്പെട്ടുവെന്നും അതിനുശേഷം തൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെ. ഏദൻ തോട്ടത്തിലേക്ക് നടന്ന കാലുകള്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലേക്ക് ഓടിയ കാല് വിശുദ്ധമല്ലാത്തത് കൊണ്ട് പുരോഹിത സ്ഥാനത്ത് ചവിട്ടുന്നത് ശരിയല്ല. തനിക്ക് ദൈവത്തിന് ബലിയർപ്പിക്കുവാനുണ്ടായിരുന്ന പൗരോഹിത്യം നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് വരുന്നവർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്യമുണ്ട്. ഏദനിൽ വെച്ച് പഴം പറിച്ചെടുത്ത കൈ ദൈവീക കുർബാനയിൽ ആവസിപ്പിക്കുന്നതും ശരിയല്ല. ആരാണത്? ഹൗവായുടെ കൈ. വിശുദ്ധ ബലിയിൽ കാർമ്മികൻ പരിശുദ്ധാത്മാവിനെ കൈ ആവസിപ്പിച്ചിറക്കുന്നതും കൂടെ നിങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് ബാക്കി ഞാൻ വിടുന്നു. ഒരു കോൺട്രോവേഴ്സിക്ക് പോകുന്നില്ല. പുരാതന സഭകള്, കത്തോലിക്ക സഭ, യാക്കോബായ സഭകളൊക്കെയും പൗരോഹിത്യത്തിലെടുക്കുന്ന നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു. എനിവേ, ഇവിടെ ആദ്യത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആദം ഹൗവായും പാപത്തിൽ നിബന്ധിച്ചു. അതിനുശേഷം സകലരും ആ പാപത്തിൽ പങ്കാളികളായി. ആ ജന്മപാപം, നമ്മളെ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, ദ ലോസ്റ്റ് സൺഷിപ്പ് നമുക്ക് തിരികെ നൽകുവാൻ ഇതാ ഇവിടെ നാം കാണുന്നു. വചനിപ്പിൻ്റെതായ ദിവസത്തില് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്ന് നമുക്ക് സൂപ്പർ നാച്ചുറൽ ബർത്തിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുന്ന അതിൻ്റെ തുടക്കമാണ് ഇവിടെ നാം ഇന്ന് വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, to sums it up, no matter what, God could use you. No matter what, the God is with you. No, whatever God promises, He will fulfill. നമ്മുടെ ഇന്നത്തെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ചിന്തിപ്പിക്കുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. God gave His love and Mother Mary loved in return with full obedience and became Mother of God in love and faith. God loves us the same way. Can we love Him back the same way? അങ്ങനെ അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ, അതുപോലെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കർത്താവിൻ്റെ സഹോദരനും സഹോദരിയും
അമ്മയും ആര് എന്ന് ചോദിക്കുന്നതിന് പറയുന്നുണ്ട്, ദൈവഹിതം ആചരിക്കുന്നവരാരോ ആണ് കർത്താവിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ആ ഒരു അമ്മയാകാനോ സഹോദരനാകാനോ സഹോദരിയാകുവാനുള്ളതായ വിളി നാം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദീസ് ഡേയ്സ് ഓഫ് ആഡ്വന്റ്, ആഗമനത്തിൻ്റെതായ ഈ നാളുകളിൽ ക്രിസ്തു നമ്മിൽ പിറക്കുവാനും അതിനുശേഷം നമ്മുടെ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ഇൻ ദിസ് വേൾഡ് ആ ഒരു രീതിയിലുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം